നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യണം, കണ്ടന്റ് ആയിട്ട് ചൂസ് ചെയ്യണം. ചിലപ്പം സബ്സ്ക്രൈബേഴ്സ് തന്നെ ഒരു 100 തികയുന്ന 1 മാസം കൊണ്ട് 2 മാസം കൊണ്ടും ആയിരിക്കും. ഭയങ്കരമായിട്ട് പാടുപെടും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് പറയാം. ഞാൻ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ട്യൂബ് ലൈറ്റ് ആയിട്ടേക്കുന്നത്. ട്യൂബിലെ ഒരു ടാഗോ ടൈറ്റിലോ ഡിസ്ക്രിപ്ഷനോ കൊടുക്കത്തില്ല. ഇത് കൊടുക്കാത്തതുകൊണ്ട് ഒത്തിരി പേര് ഇതുവരെ മലയാളം ലാംഗ്വേജ് യൂട്യൂബ് ഫുള്ളി റെക്കഗ്നൈസ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. ഒരു ഡൗട്ട് ഉണ്ട്, 1 വർഷത്തിനുള്ളിൽ നേടിയില്ലെങ്കിൽ ഇത് നമ്മൾ ഡിസ്ക്വാളിഫൈ. എല്ലാ കൂട്ടുകാർക്കും ടെക് ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു പുതിയ, ഇതുവരെ നമ്മൾ ചെയ്യാത്ത ടൈപ്പ് വീഡിയോ ആണ്. അതായത് ടെക്നോളജി വീഡിയോസ്. നിങ്ങൾ തമ്മിലുള്ള തന്നെ മനസ്സിലായി കാണും. ക്രിയേറ്റേഴ്സിന്, യൂട്യൂബ് ക്രിയേറ്റേഴ്സിനായാലും ടിക്ടോക്ക് ക്രിയേറ്റേഴ്സിനായാലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമെന്നറിയാം. നിങ്ങൾക്ക് ഒരു മനസ്സിൽ എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടെങ്കിൽ, അത് ഞാൻ ഇതെല്ലാം പറയുന്നുണ്ട്, ഒരു പാഷൻ ഉണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കണമെങ്കിലും അതിൽ വരുന്ന കഷ്ടപ്പാടുകളും, പിന്നെ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് എന്ന് എനിക്കൊരു യൂട്യൂബർ ആണെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വരുന്ന കഷ്ടപ്പാടുകളും അതിനെ എങ്ങനെ നേരിടാമെന്നുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഈ കുറച്ച് നാളത്തെ അനുഭവങ്ങൾ കൊണ്ട് ഞാൻ കിട്ടിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഞാൻ ചിന്തിച്ചപ്പം വിചാരിച്ചു, ഇങ്ങനെ ഇത് ചെക്ക് ചെയ്യുന്ന, യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അപ്പം അങ്ങനെ ഒരു ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആകും എന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. അപ്പം ഇത് ഒത്തിരി വ്യൂസ് ഒന്നും പ്രതീക്ഷിച്ചല്ല, നമ്മളെ കഴിയുന്ന ഒരു ഹെൽപ്പ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ഫ്രണ്ട്സ്, യൂട്യൂബിലേക്ക് വരുന്നിടത്ത് എനിക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പാഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും ചിലർക്ക് വണ്ടികളോട് ഇൻട്രസ്റ്റ് കാണും, ചിലർക്ക് ടെക്നോളജി എന്നെ പോലെ ഫോണ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇൻട്രസ്റ്റ്, ചിലർക്ക് ഈ ഫാമിങ്ങിനോട് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഈ പെറ്റ്സിനെ വളർത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ പാഷൻ, അത് നിങ്ങളുടെ യൂട്യൂബിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ സബ്ജക്റ്റായിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് കിട്ടും. സക്സസ് കിട്ടുന്നത് മാത്രമല്ല, പിന്നെ സക്സസ് കിട്ടുന്ന ഇടയ്ക്ക് നമ്മൾ ഒരു കയറ്റാകുമ്പോൾ ഇറക്കം കാണുന്നുള്ള കുറേ പ്രശ്നങ്ങൾ നേരിടും. ആ പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പാഷൻ നിങ്ങൾ യൂട്യൂബ് ചൂസ് ചെയ്യുക. അല്ലാതെ നിങ്ങൾക്കിപ്പം ഏതൊരു ഒരു വൈറലായി, ഇപ്പോൾ അർജിയോ എന്ന് പറഞ്ഞ ചാനൽ റോസ്റ്റിംഗ് വരലാകുമ്പോൾ നിങ്ങൾ റോസ്റ്റിങ്ങിലേക്ക് പോകുമല്ലേ. മറ്റുള്ളവരുടെ അത് പുള്ളികൾക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പം അഭിനയം, ആക്ടിങ്ങിനോടൊക്കെ സംബന്ധമായിട്ട് വിടും. അപ്പം നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുകൊണ്ട് യൂട്യൂബ് വന്നാലേ നിങ്ങൾക്ക് സക്സസ് കിട്ടത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു രീതി. പറഞ്ഞാൽ ഒരു 90% സക്സസ് നിങ്ങൾക്ക് ചാൻസ് നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റായിട്ട് ചൂസ് ചെയ്യണം, കണ്ടന്റ് ആയിട്ട് ചൂസ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റ് പറയാം. നിങ്ങൾക്കപ്പം വരുന്ന വഴിക്ക് നിങ്ങൾ വിചാരിക്കുന്ന കയറുന്ന ഉടനെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ അങ്ങ് കിട്ടും, യൂട്യൂബ് സ്റ്റാർട്ടിങ് വരുന്നവരെല്ലാം ഭയങ്കര സപ്പോർട്ട് ചെയ്ത് കയറ്റി വിടുമെന്ന് വിചാരിക്കല്. പെയ്യെ വളരാൻ പറ്റത്തുള്ളൂ ഫ്രണ്ട്സ്. പിന്നെ മെയിൻ സാധനം, ക്യാഷ് എന്ന ഒരു ആഗ്രഹത്തോടെ യൂട്യൂബിൽ വന്ന സക്സസിൻ്റെ ചാൻസ് കുറവാണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം അവർക്ക് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല, എങ്ങനെയാലും കുറച്ച് ക്യാഷ് കിട്ടും യൂട്യൂബിൽ നിന്ന്, ഒത്തിരി റിവ്യൂസ് ഒക്കെ കാണത്തില്ല, ഒത്തിരി എമൗണ്ട് കിട്ടും. അതൊന്നുമില്ലാതെ നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങൾക്ക് എങ്ങനെ അവതരിപ്പിക്കണമോ ആ ഒരു രീതിയിൽ അവതരിപ്പിക്കുക. പക്ഷെ ആദ്യം വ്യൂസ് ഒന്നും കിട്ടത്തില്ല ഫ്രണ്ട്സ്. കാരണം ചിലപ്പം സബ്സ്ക്രൈബേഴ്സ് തന്നെ ഒരു 100 തികയുന്ന 1 മാസം കൊണ്ട് 2 മാസം കൊണ്ടും ആയിരിക്കും. ഭയങ്കരമായിട്ട് പാടുപെടും. അതിനൊട്ട് ഈ 100 തികയുന്ന സംബന്ധിച്ച് 5ഉം 10ഉം 4ഉം ഒക്കെ വ്യൂസ് ആയിരിക്കും. എന്നാലും നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ഇടുക. നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ ആൾക്കാർ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. കാരണം അങ്ങനെ വിഷമിച്ച് ഒത്തിരി പേര് യൂട്യൂബ് ക്വിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ചെയ്യുന്നില്ല, വ്യൂസ് ചെയ്യുന്നില്ല, മടുപ്പാണ്. ഓക്കെ, പിന്നെ മെയിൻ കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എഡിറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമല്ലെങ്കിൽ പാടാണ് ഫ്രണ്ട്സ്. എഡിറ്റിങ് പിന്നെ മെയിൻ സംഭവം, നിങ്ങൾ കൂടുതലും യൂട്യൂബിൽ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കാണിച്ച് നിങ്ങളുടെ മുഖം കാണിക്കാതെ വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ പറയുന്നത് സജസ്റ്റ് ചെയ്യുന്നത്, ഏറ്റവും നല്ലത് മുഖം കാണിച്ചുകൊണ്ട് വീഡിയോ ഇടുക. കാരണം അങ്ങനെയുള്ള ഒരു ഇൻട്രാക്ഷൻ ഉള്ളൂ. ഇപ്പം നിങ്ങളും എനിക്കുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഇല്ലേ, ആ ഒരു ഇൻട്രാക്ഷൻ കിട്ടണമെങ്കിൽ മുഖം കാണിച്ചല്ലാതെ പണ്ടൊക്കെയാണെങ്കിൽ നല്ലതായിരുന്നു, ഇതൊക്കെ ഒത്തിരി പേര് പറഞ്ഞു തന്നായിരിക്കും. പണ്ടൊക്കെയാണെങ്കിൽ മുഖം കാണിക്കാതൊക്കെ ജസ്റ്റ് ചുമ്മാ ഒരു ഇതൊക്കെ കാണിച്ചിടായിരുന്നു. പക്ഷേ ഇപ്പം മുഖം കാണിച്ചുകൊണ്ടിട്ട വീഡിയോയ്ക്ക് റീച്ച് കിട്ടത്തുള്ളൂ. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ വീഡിയോ ആൻഡ് ഓഡിയോ ക്വാളിറ്റി ശ്രദ്ധിക്കണം യൂട്യൂബ് വരുമ്പോൾ. കാരണം സ്റ്റാർട്ടിങ് തൊട്ടേ നിങ്ങൾ ഒത്തിരി ലോ ആയിട്ട് വരാതെ സ്റ്റാർട്ടിങ് തൊട്ടേ ഒരു ആവറേജ് ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റി വേണമെങ്കിൽ. കാരണം ഓരോരുത്തർ വന്ന് വിസിറ്റ് ചെയ്യുമ്പം അവരുടെ പഴയ വീഡിയോസൊക്കെ ചിലർ നോക്കുക. അപ്പോൾ ഇപ്പോഴേ നല്ല സംഭവമാണെന്നൊക്കെ പറഞ്ഞാൽ മെയിൻലി നിങ്ങൾ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യണം. നിങ്ങളൊരു യൂട്യൂബർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് 250-300 രൂപയ്ക്കൊരു മൈക്ക് കിട്ടും, അത് ആദ്യം വാങ്ങിക്കുക. കാരണം മൈക്കില്ലാതെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ആൾക്കാർക്ക് മനസ്സിലാകണം ഫ്രണ്ട്സ്. അതില്ലാതെ നമുക്ക് ഒന്നും അറിയത്തില്ല. അപ്പം ഫസ്റ്റ് നിങ്ങൾ ഹെഡ്സെറ്റ് ഒന്നും വെച്ച് ഉപയോഗിക്കേണ്ട ഫ്രണ്ട്സ്. ഒരു 250-300 കൊടുത്ത് കുറച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്കൊരു കുഴപ്പമില്ല. പെയ്യെ ഓരോന്ന് ഇൻവെസ്റ്റ് ചെയ്യാം. ക്യാമറ ഒന്ന് DSLR വാങ്ങിക്കൊന്നും പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്താൽ മതി. അപ്പം മൈക്ക് നല്ല ഒരെണ്ണം വാങ്ങിക്കാം. എല്ലാവരും നോക്കുന്നത് യൂട്യൂബ് വരുന്ന ക്യാഷ് ഉണ്ടാക്കണമെങ്കിൽ 4000 മണിക്കൂർ വാച്ച് ടൈം വേണം, 1000 സബ്സ്ക്രൈബേഴ്സും വേണം. ഇത് 1 ഇയറിനുള്ളിൽ വേണം. പലർക്കും ഒരു ഡൗട്ടുണ്ട്, 1 വർഷത്തിനുള്ളിൽ കറക്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങി 1 വർഷത്തിനുള്ളിൽ നേടിയില്ലെങ്കിൽ ഇത് നമ്മൾ ഡിസ്ക്വാളിഫൈ ആവും. അങ്ങനെയൊന്നുമില്ല ഫ്രണ്ട്സ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് 365 ദിവസം നിങ്ങൾ ഒരു വീഡിയോ എന്ന് വരെ വീഡിയോ ഇടുന്നോ അതിൽ നിന്ന് പുറകോട്ട് നോക്കുക. പുറകോട്ട് 365 ദിവസത്തെ വീഡിയോ നിങ്ങൾ യൂട്യൂബ് എടുക്കും.
ആ വീഡിയോസ് എല്ലാത്തിനോടും 4000 മണിക്കൂർ വാച്ച് ടൈം വേണം, 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. അത്രയേ ഉള്ളൂ. ആ പുറകോട്ടുള്ള ആ വീഡിയോയ്ക്ക് 1000 സബ്സ്ക്രൈബർ വേണമെന്നല്ല, മൊത്തം 1000 സബ്സ്ക്രൈബർ കിട്ടിയാൽ മതി. മിനിമം 1000 സബ്സ്ക്രൈബർ വേണം. പിന്നെ 4000 മണിക്കൂർ കിട്ടേണ്ടത് ഏറ്റവും നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇട്ട വീഡിയോ പുറകോട്ടൊരു 325 നോക്കും. ആ വീഡിയോസ് എല്ലാം കൂടെ കറക്റ്റ് 4000 മണിക്കൂർ വേണം. അല്ലാതെ വേറെ ലാസ്റ്റ് തുടങ്ങിയപ്പോൾ തൊട്ട് ലാസ്റ്റ് വരെ ഉള്ള ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി, ആ തുടങ്ങിയത് ഒരു വർഷത്തിനുള്ളിൽ നേടണം അങ്ങനെയൊന്നുമില്ല. എത്ര നാളെടുത്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ലാസ്റ്റ് 325 ദിവസത്തിനുള്ളിൽ 4000 മണിക്കൂർ നേടണം എന്നേ ഉള്ളൂ. പിന്നെ ഏതൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും മസ്റ്റ് വരുന്ന പ്രശ്നം ലൈറ്റിംഗ് ഇഷ്യൂ ആയിരിക്കും. എനിക്ക് ഒത്തിരി വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്, എൻ്റെ അനുഭവമാണ്. കാരണം ഞാൻ നല്ല ക്യാമറയൊക്കെ ഒരുമാതിരി വാങ്ങിച്ചു, 15000 രൂപ 20000 രൂപ കൊടുത്ത് വാങ്ങിച്ചു. പക്ഷേ ക്യാമറ വാങ്ങിച്ചിട്ട് ഞാൻ ക്യാമറ ക്വാളിറ്റി ചെക്ക് ചെയ്തപ്പോൾ ഭയങ്കര ലോ ക്വാളിറ്റി. ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷനാണ് കൊടുത്തത്, ഒരു ക്യാമറ വാങ്ങിച്ച് അടിപൊളി ക്വാളിറ്റി കിട്ടും. ഒന്നുമല്ല ഫ്രണ്ട്സ്, അതിൽ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം. ലൈറ്റിംഗ് യൂട്യൂബിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരുമാതിരി ക്വാളിറ്റി നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ എക്സ്പെൻസീവ് ലൈറ്റൊന്നും വാങ്ങിക്കേണ്ട. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന LED ബൾബില്ലേ, ട്യൂബ് ലൈറ്റ്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് പറയാം. ഞാൻ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ട്യൂബ് ലൈറ്റ് ആയിട്ടേക്കുന്നത്. ട്യൂബ് ലൈറ്റ് നല്ല ഏറ്റവും കൂടിയ 50 വാട്ടാണോ ഓർക്കുന്നില്ല. ട്യൂബ് ലൈറ്റ് ലെഫ്റ്റിൽ ഒരെണ്ണം, റൈറ്റിൽ ഒരു LED ബൾബ് ഇട്ടിട്ടുണ്ട്. അതും കൂടിയതാണ്, ഏകദേശം 150 രൂപയുടെ സാധനമാണ്. പിന്നെ നമ്മുടെ ക്യാമറ ഇരിക്കുന്നതിൻ്റെ അവിടെ ഒരു LED ബൾബ്. അപ്പം ഈ ലൈറ്റിംഗ് സിസ്റ്റത്തിന് പറയുന്നത് 3 പോയിന്റ് ലൈറ്റിംഗ് എന്നാണ്. 1 2 3 പോയിന്റ് ലൈറ്റിംഗ്. അപ്പം ഇവിടെ നിന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സൈഡിൽ നിന്ന് ലൈറ്റ് കിട്ടും, അപ്പോൾ ഇവിടെ മൊത്തം ക്വാളിറ്റി കിട്ടും. ഈ സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കും, ഇവിടെയും ക്വാളിറ്റി കിട്ടും. പിന്നെ സെൻറ്ററിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ മുഖത്തും കിട്ടും. അങ്ങനെ ആകുമ്പോൾ ഫുൾ നല്ല ക്വാളിറ്റി കിട്ടും. അപ്പം ഈ ഒരു ലൈറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ലൈറ്റിംഗ് ഇഷ്യൂ വരത്തില്ല. ഈ നല്ല ലൈറ്റിംഗ് കൊണ്ട് ഏതൊരു മൊബൈൽ ഫോണിൽ എടുത്താലും നമ്മുടെ വീഡിയോയ്ക്കൊക്കെ നല്ല ക്വാളിറ്റി കിട്ടും, കൺഫേം ആണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് പറയുക. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ Instagram ID കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് വോയിസ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് റിപ്ലൈ എല്ലാം തരാം, അതൊന്നും പേടിക്കണ്ട. പിന്നെ ഫ്രണ്ട്സ്, ഇന്ന് ഇമ്പോർട്ടൻറ്റ് വരും, നിങ്ങൾ വലിയ ഹെവി രീതിയിൽ എഡിറ്റ് ചെയ്യും, 1-2 മണിക്കൂറിന് എഡിറ്റ് ചെയ്യും, ഫുൾ വെറഡി ചെയ്തിട്ട് നല്ലൊരു ടാഗോ ടൈറ്റിലോ ഡിസ്ക്രിപ്ഷനോ കൊടുക്കത്തില്ല. ഇത് കൊടുക്കാത്തതുകൊണ്ട് ഒത്തിരി പേര് റീച്ച് ആകാതെ യൂട്യൂബ് ക്വിറ്റായി പോയിട്ടൊക്കെ കാണണം. കാരണം ഫ്രണ്ട്സ്, ഞാൻ പറയട്ടെ, യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. യൂട്യൂബിന് നമ്മൾ എന്താ സംഭവം ഇടുന്നത് അത് പറഞ്ഞു കൊടുക്കണം, എന്നാലേ യൂട്യൂബിന് ആൾക്കാർക്കിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഇടുന്നു, ഞാനൊരു എങ്ങനെ ടോപ്പ് 5 ഫോൺ ഇനി 2020 ഫോണിൻ്റെ ഒരു വീഡിയോ ഇടുക. അപ്പോൾ ഞാൻ പറയുന്നു 5 ബെസ്റ്റ് ഫോൺസ് ഇന്നൊന്നുമില്ല, 5 കിഡിലൻ ഫോൺസ് എന്ന് പറഞ്ഞ് മലയാളത്തിൽ എഴുതും. എന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, മൈ Instagram ID ഇതെല്ലാം കൊടുക്കും. ടാഗ് ഒന്നും കൊടുക്കത്തുമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു വീഡിയോയ്ക്ക് റീച്ച് കിട്ടത്തില്ല ഫ്രണ്ട്സ്. കാരണം യൂട്യൂബിന് ഇതെന്താ സംഭവം അറിയത്തില്ല. കാരണം ഇതുവരെ മലയാളം ലാംഗ്വേജ് യൂട്യൂബ് ഫുള്ളി റെക്കഗ്നൈസ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. അത് പഠിച്ചുകൊണ്ട് വരുന്നേ ഉള്ളൂ. പക്ഷേ അത് മാത്രമല്ല, മലയാളത്തിൽ നിങ്ങൾ ആരെങ്കിലും മലയാളത്തിൽ സെർച്ച് ചെയ്യുന്നവരുണ്ടോ? കുറവാണ്. ഒരു 90% ആൾക്കാരും ഇംഗ്ലീഷിലാണ് വീഡിയോസ് നമുക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ സെർച്ച് ചെയ്യുന്നത്. അപ്പം ഞാൻ ആൻസർ ചെയ്തത് ടോപ്പ് സ്മാർട്ട് ഫോൺസ് ഇൻ 2020 ഇൻ മലയാളം സെർച്ച് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ടൈറ്റിൽ കൊടുക്കാൻ പാടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറയാം. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിനെ തന്നെ ഇതിനും ആശ്രയിക്കുക. യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക സ്മാർട്ട് ഫോൺസ് ഇൻ 2020 എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ടെ സജഷൻസ് കുറേ താഴോട്ട് വരും. ടോപ്പ് സ്മാർട്ട് ഫോൺ ഇൻ 2020, ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഇൻ 2020, ടോപ്പ് 5 സ്മാർട്ട് ഫോൺ. അതിലേതെല്ലാം നിങ്ങൾ പേസ്റ്റ് ചെയ്തിട്ട് നേരെ നിങ്ങൾ ടൈറ്റിലാക്കിക്കോ. എന്നിട്ട് ടൈറ്റിൽ ഇപ്പുറം നിങ്ങൾക്ക് മലയാളം കൊടുക്കാൻ കുഴപ്പമില്ല. അപ്പം ഇംഗ്ലീഷും ആദ്യം ഒരു മലയാളം നിങ്ങൾ വേർഡ് കൊടുക്കുക, ജസ്റ്റ് ഒരു സ്ലാഷ് ഇട്ടിട്ട് പിന്നെ ഇംഗ്ലീഷ് കൊടുക്കുക. കാരണം ഇംഗ്ലീഷാണ് യൂട്യൂബിന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആ ഒരു സെയിം സാധനം തന്നെ ഡിസ്ക്രിപ്ഷനിലും പേസ്റ്റ് ചെയ്യുക. കാരണം ഫസ്റ്റ് വേർഡ്സ്, അതായത് ടൈറ്റിലെ ഫസ്റ്റ് വേർഡും ഡിസ്ക്രിപ്ഷനിലെ ഫസ്റ്റ് സെൻറ്റൻസും ടാഗിലെ ഈ ഫസ്റ്റ് സെൻറ്റൻസും എല്ലാം സെയിം ആകണം. അങ്ങനെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, SEO എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. യൂട്യൂബിൻ്റെ SEO ഫോളോ ചെയ്താലേ നമുക്ക് സെർച്ചിൽ നിന്ന് കൂടുതൽ വ്യൂസ് കിട്ടത്തുള്ളൂ. സെർച്ചിൽ വ്യൂസ് കിട്ടിയാലേ നമുക്ക് യൂട്യൂബിൽ വളരാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് പലരും ശ്രദ്ധിക്കണം. നിങ്ങൾ എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്കാണ് ഇത്. എനിക്കിപ്പോൾ അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവർക്കെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് SEO ശ്രദ്ധിക്കണമെന്ന്. അതിന് കുറച്ച് കൂടുതലായിട്ട് അറിയാമെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഇനി വീഡിയോസ് ഇടുന്നതാണ്. നിങ്ങൾ വീഡിയോ ഇടണം. കാരണം നമ്മളിപ്പോൾ ചെടിക്ക് ദിവസവും വെള്ളം ഒഴിച്ചാലേ വളരത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇടുന്നതിൽ ഒരു പുറകോട്ട് പോകല്. നിങ്ങൾ വീക്കിൽ ഇപ്പം ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ അടുത്ത ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം ഇടണം, അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം ഇടണം, കൺസിസ്റ്റൻസി ഇടണമെന്ന് പറഞ്ഞൊന്നുമില്ല. അങ്ങനെ ഇടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ എഡിറ്റിംഗ് പക്കയാവത്തില്ല. അപ്പം പെട്ടെന്ന് ധൃതി വെച്ച് എഡിറ്റ് ചെയ്ത് മോശമായ വീഡിയോ ഇടും. അതൊന്നുമില്ല ഫ്രണ്ട്സ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വീക്കിൽ നിങ്ങൾക്ക് മാക്സിമം എത്ര പുഷ് ചെയ്യുക അത് ചെയ്യുക. ഇപ്പം ഒരു വീക്കിൽ 4 വീഡിയോ ഇടാൻ പറ്റില്ലെങ്കിൽ 4 വീഡിയോ ഇടുക. ചിലപ്പോൾ 4 വീഡിയോ ഇടാൻ പറ്റില്ലെങ്കിൽ 3 ഇടുക. 1 ഇടവിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇടുക. ചിലപ്പോൾ ഒരു വീക്കിൽ പഠിക്കുന്നവരൊക്കെയാണ് ഒരു വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് ഒരു വീക്കിൽ ഒരു വീഡിയോ ഇടുക, അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഒരു വീക്കിൽ ഒരു വീഡിയോ ഇടാൻ എന്ത് പാട്. ഞാനിപ്പോൾ അത്യാവശ്യം ശ്രമിക്കുന്നത്, എൻ്റെ കേസ് എന്ന് വെച്ചാൽ ഒരു ദിവസം ഇടവിട്ടാണ് വീഡിയോ ഇടുന്നത്. ചില കേസിൽ ഒരു ദിവസം ഇടവിട്ടിടുമ്പം എനിക്ക് വീഡിയോ ചിലപ്പോൾ മൂഡ് കാണത്തില്ല ഷൂട്ട് ചെയ്യാൻ. അപ്പം ഞാൻ പിന്നെ ഒരു ഗ്യാപ്പ് എടുക്കും. അപ്പം നമ്മൾ ഒന്നും ഓവറായിട്ട് പുഷ് ചെയ്ത് ചെയ്യേണ്ട, നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തോടെ അങ്ങ് ചെയ്താൽ മതി. അപ്പം പിന്നെ എല്ലാം അടിപൊളിയാവും.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസും ഒക്കെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബേഴ്സ് ആയവർക്കും ടിക്ടോക്ക് അങ്ങനെ പല ക്രിയേറ്റേഴ്സിനും ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. See you.